വഹാബിയാളെ കൊണ്ട് മനുഷ്യൻ കുടുങ്ങി. എത്ര ഇട്ടാ മൗലൂദിന് തെളിവ് ചോദിച്ചോണ്ട് നിൽക്കുന്നേ? തെളിവിന്റെ പൊന്നാര വഹാബിയാളെ നിങ്ങൾ കേട്ടുനോക്കി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറുൻ മിമ്മാ യജ്മഊൻ. ഇവിടെ വളരെ വ്യക്തമാണ്. ഇവിടെ ഫളൽ കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലാഹുവിന്റെ ഇൽമും റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് പുന്നാര മുത്ത് തങ്ങളെയുമാണ് എന്നുള്ളത്. ഇതിലുപരി എന്ത് തെളിവാണ് വേണ്ടത്? അപ്പൊ പിന്നെ ആ തങ്ങളെ ജനിച്ച മാസം വരുമ്പോ, ആ ദിവസം നമ്മിലേക്ക് എത്തുമ്പോ സാധാരണയിൽ ഉള്ളതിലുപരി ഒന്നും കൂടി നമ്മൾ ആഘോഷിക്കണം. ഒരുപാട് വൃദ്ധ മജ്‌ലിസുകൾ നടത്തണം, മൗലിദുകൾ നടത്തണം. നമ്മൾക്ക് എത്രത്തോളം ആഘോഷിക്കാൻ പറ്റും അത്രത്തോളം നബിതങ്ങളെ പറ്റി പാടാ പറയാ. എന്തൊക്കെ നബിതങ്ങളെ പറ്റി നമുക്ക് ഹലാലായ രീതിയിൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. സഹോദരന്മാരെ, റഹ്മാനായ റബ്ബിന്റെ അദാബ് ഈ സദസ്സിൽ ഇറങ്ങാൻ സാധ്യത അത്ര വലിയ ദുർവ്യാഖ്യാനം അല്ലാഹുവിന്റെ ഖുർആന് നേരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് നേരെയാണ് പച്ചയായി ഇവിടെ അവതരിപ്പിച്ചത്. യഥാർത്ഥ എത്ര ഗൗരവ എല്ലാ വാശി മാറ്റി അമീർ ഒന്ന് ആലോചിക്കും. നാട്ടിലേക്ക് ഒളിഞ്ഞ മൂലമാരെ വിട്, നാട്ടിലേക്ക് ഒന്നെന്താ പറഞ്ഞത്? അള്ളാഹിന്റെ റഹ്മത്തും ഫളലും കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്ന് ഖുർആനിലുണ്ട്. ശരിയാ, അള്ളാഹിന്റെ റസൂൽ റഹ്മത്താണെന്ന് ഖുർആനിലുണ്ട്. അതിന് തഫ്സീർ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒട്ടുമിക്ക തഫ്സീറുണ്ട് അള്ളാഹിന്റെ റസൂൽ റഹ്മത്താണ്. തഫ്സീർ ഒന്നും വിചാരിക്കാം അള്ളാഹിന്റെ റസൂൽ റഹ്മത്തനല്ലേ, സംശയമുണ്ടോ? പക്ഷേ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുക റഹ്മത്ത് റസൂലുമാണ്. റസൂല് വന്ന് സന്തോഷിക്കും വേണം, ആർക്കാ സംശയമുള്ളത്? അതും ജന്മദിനവും എന്താ ബന്ധമുള്ളത്? അള്ളാഹിന്റെ റസൂലും റഹ്മത്താണ് എന്നതും ജന്മദിനാഘോഷം തമ്മിൽ എന്ത് ബന്ധമുണ്ട്? അതല്ലേ കാണിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ആയത്ത് അള്ളാഹിന്റെ റസൂൽ പ്രാവർത്തികമാക്കിയിട്ടില്ല എന്ന് അമീർ പറയേണ്ടി വരൂലേ? സ്വഹാബിമാർ പ്രാവർത്തികമാക്കിയിട്ടില്ല എന്ന് പറയേണ്ടി വരൂലേ? മുദഫർ രാജാവിന് മുമ്പ് ലോകത്ത് ഒരാൾക്കും ആ ആയത്ത് പ്രാവർത്തികമാക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ടി വരൂലേ? അപ്പൊ യഥാർത്ഥത്തിൽ ഇത് പച്ചയായ ദുർവ്യാഖ്യാനമാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ റഹ്മത്താണ്, റഹ്മത്തോട് സന്തോഷിക്കുക, അതുകൊണ്ട് റബീഉൽ അവ്വൽ സന്തോഷിക്കുക. അതെങ്ങനെ റബീഉൽ അവ്വലിലേക്ക് ചാടി? ഇനി ആ റഹ്മത്തിന് അവിടെ ഖുർആനാണ് അഭിപ്രായമുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞ അതേ ദുർറുൽ മൻസൂറിന് ഈ റഹ്മത്ത് ഖുർആനാണ് എന്നില്ലേ? ഖുർആൻ കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞ എന്തിനർത്ഥം? റമദാൻ മാസം വന്നാല് ഖുർആനൊക്കെ ഇങ്ങനെ കൊല്ലിമ കുത്തി ഇതിലെങ്ങനെ ജാല പോണെന്ന, അന്ന് ആഘോഷം വേണമെന്ന അല്ല. എന്നാണ് പ്രത്യേകമായി ചെയ്യേണ്ടത് നബി ഞങ്ങൾ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച് ചെയ്യണം, അത് ചെയ്യുന്നുമുണ്ട്. റബീഉൽ അവ്വൽ പ്രത്യേകിച്ച് ചെയ്യാൻ നബി എന്ത് പഠിപ്പിച്ചു അതാ ചോദിച്ചത്. അതിനാണ് ആയത്തുണ്ടോ ഹദീസുണ്ടോ ചോദിച്ചത്.